സ്വാഗതം. പ്രഭാത ടാരോക്കാർഡ് വായനയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് ആൾക്ക് നൽകുന്നതെന്ന് ചോദിക്കുന്നത്. എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ. ഞാനൊരു ടാരോ അധ്യാപകനാണ്. നമുക്ക് ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് എന്ത് ഊർജ്ജമാണ് താങ്കളിലേക്ക് വരുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. രണ്ടാമത്തെ കാർഡ് എന്താണ് താങ്കൾക്കുള്ള അഡ്വൈസ് അല്ലെങ്കിൽ ഗൈഡൻസ്. മൂന്നാമത്തേന്ന് പറയുന്നത് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ എന്ത് ഊർജ്ജമാണെന്ന് താങ്കളിലേക്ക് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് എന്ത് കാർഡാണ് വന്നിരിക്കുന്നത്. നമുക്ക് 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നൊരു കാർഡാണ്. 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന ഊർജ്ജം എന്ന് പറയുന്നത് കുറച്ച് ഫിനാൻഷ്യൽ ടൈറ്റിൻ്റെ ഊർജ്ജമാണ്. ഓക്കെ, ഫിനാൻഷ്യൽ ടൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കത് പറയാൻ തന്നെ അറിയാം, ലൈഫിൽ ടൈറ്റാണ് വരുന്നത്. അപ്പോൾ പൊതുവേ ഇന്നത്തെ ദിവസം ബില്ലുകളൊക്കെ അടയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ട്. കുറി അടയ്ക്കുക അല്ലെങ്കിൽ ലോൺ അടയ്ക്കുക, ഇതൊക്കെ അടയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള കാശ് കുറച്ച് ചിലവാകും. അപ്പോൾ നമുക്കൊരു ടൈറ്റ് ഫീൽ ചെയ്യും എന്ന് പറയുന്ന എനർജിയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഊർജ്ജം എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ അഡ്വൈസ് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഏസ് ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ്. ഏസ് ഓഫ് വോൺസ് എന്ന് പറയുന്നത് പുതിയൊരു തുടക്കത്തിൻ്റെ കാർഡാണ്, പുതിയൊരു എനർജിയുടെ കാർഡാണ്, പുതിയൊരു ഫയറിൻ്റെ കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ടൈറ്റ് വരുമ്പോൾ നമ്മൾ ആലോചിക്കും നമുക്ക് എന്ത് വഴി നോക്കാം, എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഇന്ന് താങ്കൾക്കൊരു ആശയം വരുന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. വൈകുന്നേരം ആകുമ്പോഴേക്കും അല്ലെങ്കിൽ രാത്രിക്കുള്ളിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡ് ധനത്തിൻ്റെ കാർഡാണ്, കുടുംബസ്വത്തിൻ്റെ കാർഡാണ്, ചേർന്നിരിക്കേണ്ട കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കുമ്പോൾ ഇന്ന് നമ്മൾ 5 ഓഫ് പെൻറ്റക്കിൾസ് ഒരു ടൈറ്റായിട്ടുള്ള എനർജിയിൽ തുടങ്ങി നമ്മൾ അവസാനിക്കുമ്പോൾ ധനത്തോട് കൂടിയിട്ടാണ് അവസാനിക്കുന്നത്. പൊതുവേ കാർഡ് വന്നാൽ ധനം കിട്ടുമെന്ന് പറയാറുണ്ട്. അത് അപ്രതീക്ഷിതമായിട്ടുള്ള ധനമോ സ്വത്തോ ഗിഫ്റ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം, അല്ലെങ്കിൽ ഒരു പ്രോമിസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കാവാം. ചിലപ്പോൾ നമ്മളിന്ന് ലോൺ വെക്കാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഒരു ഗോൾഡ് ലോൺ അങ്ങനെയും. അതായത് പണം എന്ന് പറയുന്നത് വൈകുന്നേരം വരും എന്നാണ് പറയുന്നത്. എന്തായാലും ഐ വിഷ് യു വെരി ഗുഡ് ഡേ ഡിയർ. നമുക്ക് ടൈറ്റിൽ നിന്ന് തുടങ്ങിയാലും നമുക്ക് അവസാനം എൻഡിങ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടാണ് കാണുന്നത്. എന്തായാലും പ്രതീക്ഷിച്ചിരിക്കൂ, താങ്കളിലേക്ക് ധനം വരട്ടെ. എപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചാലേ കാശ് വരുള്ളൂ, അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ആളുകൾക്ക് തരുള്ളൂ. ഐ വിഷ് യു വെരി ഗുഡ് ഡേ ഡിയർ. നമുക്ക് വൈകിട്ട് കാണാം ഉറങ്ങുന്നതിന് മുമ്പ്. താങ്ക് യു വെരി മച്ച്.